വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിന് നേരെ അക്രമം നടത്തിയതായി പരാതി. ഏരൂർ ചില്ലുംപ്ലാന്റ് തെക്കേവയൽ ഭാഗത്ത് താമസിക്കുന്ന തുളസി അമ്മിണി ദമ്പതികളുടെ വീടിന് നേരെയാണ് അയൽവാസിയായ യുവാവ് അക്രമം കാട്ടിയത്. ഇരുവരും വീട്ടിൽ ഇല്ലാത്ത സമയത്ത് അയൽവാസിയായ യുവാവ് വീടിന്റെ മുൻവശത്തെയും പിൻവശത്തെയും കതകുകൾ വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും വീട്ടിലെ KSEBയുടെ മീറ്റർ ബോക്സിലെ ഫ്യൂസ് ഊരി വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് പരാതി. മോള് ഗൾഫ് രാജ്യത്ത് പോയപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ എന്റെ കുഞ്ഞിനെ എന്തിനടി കൊന്നെന്നും ഈ പാർട്ടിക്കാരെ അത് ഒതുക്കി വെച്ചേക്കുവാ. പോലീസുമായിട്ട് പിടിച്ചിട്ട് ഒരു നിയമവും ഇല്ല ഇതിനകത്ത്. അയൽവാസിയായ ബിനു 1 വർഷത്തിനു മുമ്പ് ഈ ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. ചേച്ചി അണ്ണനൊക്കെ ഞങ്ങളുടെ അയൽവാസിയാണ്. ഇത് പല തവണയായിട്ട് അവരുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി ഇങ്ങനെ വസ്തുവിനെ പറ്റിയും അതുപോലെ മരണത്തെ പറ്റിയും അതിൻ്റെ പരമ്പര പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇവർ ആരും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. സാധാരണ ഒരു മോനുള്ളതാണ്, അവരുടെ മരിച്ചുപോയി. ഒരു മോളാണുള്ളത്, വേറെ ആരും ചോദിക്കാനില്ല. ഇവരെ കൊണ്ട് അതിനുള്ളൊരു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇവർക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു ഇത് വെച്ചാണ് ഈ ആളുകൾ കയറി ദിവസേന ഇവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു തവണ ഇവരെ വീട് കയറി വെട്ടി. പക്ഷേ ഇവർക്കുള്ളൊരു ജീവനൊരു ഭീഷണിയാണ്. ഇന്നും ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുവാണ്. ഇവർക്ക് എന്തെങ്കിലും പറ്റിയത് ആര് ചോദിക്കും എന്നൊരു അവസ്ഥയിൽ നിൽക്കുവാണ്. ആര് ചോദിക്കാനും മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകൾ കയറി ഈ ഒരു അവസ്ഥയിൽ ഇവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ ഒക്കത്തില്ല. ഇതിന് പോലീസ് നിയമപരമായി എന്തെങ്കിലും ഒരു കരുതൽ ഇവർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു കൊലപാതകം 2 പേരുടെയും കാണേണ്ടി വരും. നമുക്ക് ഇതുപോലെ വന്നിരുന്ന് അവർ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുന്ന അല്ലെങ്കിൽ അത് ഉടനടി ഒരു തീരുമാനം എടുക്കണം. സംഭവത്തിൽ വൃദ്ധ ദമ്പതികൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.